ആദ്യ ചോദ്യം, നവോത്ഥാനം ആരംഭിച്ച രാജ്യമേത്? നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിലാണ് നവോത്ഥാനം ആരംഭിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16-നാണ്. 1773 ഡിസംബർ 16-നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. മൂന്നാമത്തെ ചോദ്യം, ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത്? റഷ്യൻ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് റഷ്യൻ വിപ്ലവമാണ്. അടുത്ത നാലാമത്തെ ചോദ്യം, ചൈനയിൽ ബോക്സർ കലാപം നടന്ന വർഷം? ചൈനയിൽ ബോക്സർ കലാപം നടന്നത് 1900-ലാണ് ബോക്സർ കലാപം നടന്നത്. 1900-ലാണ് ചൈനയിൽ ബോക്സർ കലാപം നടന്നത്. അടുത്ത ചോദ്യം, എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനുള്ള യുദ്ധമെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചതാര്? എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനുള്ള യുദ്ധമെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ ആണ് എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനുള്ള യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, മലബാർ കലാപ സമയത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആരായിരുന്നു? മലബാർ കലാപ സമയത്ത് കലാപകാരിയെ കൊലപ്പെടുത്തിയ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കനോലി പ്രഭു ആയിരുന്നു മലബാർ കലാപ സമയത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത എട്ടാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെ ഏത് പ്രദേശത്തെ സൈനികനായിരുന്നു? മംഗൾ പാണ്ഡെ ബംഗാളിലെ ബാരക്പൂറിലെ സൈന്യാധിപനായിരുന്നു. അടുത്ത ചോദ്യം, 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആര്? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അടുത്ത ചോദ്യം, INC രൂപീകരിച്ച വർഷം ഏത്? INC രൂപീകരിച്ചത് 1885-ലാണ്. 1885-ലാണ് INC രൂപീകൃതമായത്. INC രൂപീകൃതമായ വർഷം 1885, 1885. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ പുസ്തകമാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയ വർഷം ഏത്? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയ വർഷമാണ് 1835. അടുത്ത ചോദ്യം, ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആര്? ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല ബംഗാളിൽ സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവൽ ഏത്? സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവലാണ് ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവലാണ് ആനന്ദമഠം. സന്യാസി കലാപത്തെ പ്രമേയമാക്കിക്കൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവലാണ് ആനന്ദമഠം. ഓക്കെ, അടുത്ത ചോദ്യം, സതി, ഗ്രാമീണ ചണ്ടക്കാരൻ തുടങ്ങിയ ചിത്രങ്ങൾ ആരുടേതാണ്? സതി, ഗ്രാമീണ ചണ്ടക്കാരൻ തുടങ്ങിയ ചിത്രങ്ങൾ നന്ദലാൽ ബോസിന്റേതാണ് സതി, ഗ്രാമീണ ചണ്ടക്കാരൻ തുടങ്ങിയ ചിത്രങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ഇത് ഏത് വർഷമാണ് നടന്നത്? 1917-ലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യ സത്യാഗ്രഹം നടന്നത്. ബീഹാറിലെ ചമ്പാരനിലായിരുന്നു സത്യാഗ്രഹം. ഓക്കെ, 1917-ലാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടക്കുന്നത്. ചമ്പാരനിലായിരുന്നു നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 1919-ലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൗലറ്റ് ആക്ട് വിരുദ്ധ സമരം. ഓക്കെ, 1919-ലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റൗലറ്റ് ആക്ട് വിരുദ്ധ സമരം. ഓക്കെ, അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഒരിക്കൽ കൂടെ പറയാം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. അടുത്ത ചോദ്യം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ INC സമ്മേളനം ഏത്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ INC സമ്മേളനം 1929-ലെ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത്. 1929-ലെ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം, 1929-ലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ആരുടെ അധ്യക്ഷതയിലായിരുന്നു? 1929-ലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം നെഹ്റുവിന്റെ അധ്യക്ഷതയിലായിരുന്നു. ഓക്കെ, 1929-ലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം നെഹ്റുവിന്റെ അധ്യക്ഷതയിലായിരുന്നു. അടുത്ത 21-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമ്മേളനം ഏത്?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. വർഷം 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടത്തുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമ്മേളനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, 1946 രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? 1946 രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രൂപീകരിച്ച വർഷം 1946. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത 24ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-ലാണ്. 1951-ലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, അടുത്ത 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആര്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഓക്കെ, അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഏത്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നത് 1498. 1498. 1498-ലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? ആറ്റിങ്ങൽ കലാപം 1721. 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഓക്കെ, അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ വർഷം? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ വർഷം 1741. ആറ്റിങ്ങൽ കലാപം 1721. കുളച്ചൽ യുദ്ധം 1741. ഓക്കെ, അടുത്ത ചോദ്യം, മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത്? മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? 1931. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. അടുത്ത ചോദ്യം, മലബാർ കലാപം നടന്ന വർഷം? മലബാർ കലാപം നടന്നത് 1921. 1921 മലബാർ കലാപം. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931. ഓക്കെ, അടുത്ത ചോദ്യം, 1896 ഈയവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? 1896 ഈയവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ പൽപ്പു ആണ്. 1896 ഈയവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തു നിന്നാണ് ചർക്ക എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിച്ചത്? ഏത് രാജ്യത്തു നിന്നാണ് ചർക്ക എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിച്ചത്? ചൈനയിൽ നിന്നുമാണ്. ചൈനയിൽ നിന്നുമാണ് ചർക്ക എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, ജലാലി എന്ന പേരിൽ വെള്ളി നാണയവും ഇലാഹി എന്ന പേരിൽ സ്വർണ്ണ നാണയവും പുറത്തിറക്കിയത് ആരാണ്? ജലാലി എന്ന പേരിൽ വെള്ളി നാണയവും ഇലാഹി എന്ന പേരിൽ സ്വർണ്ണ നാണയവും പുറത്തിറക്കിയത് അക്ബറാണ്. അക്ബറാണ് ജലാലി എന്ന വെള്ളി നാണയവും ഇലാഹി എന്ന സ്വർണ്ണ നാണയവും പുറത്തിറക്കിയത്. ഓക്കെ, അടുത്ത ചോദ്യം, മധ്യകാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് അമീർ ഖുസ്രു. മധ്യകാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ അമീർ ഖുസ്രു ആണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്? കേരളത്തിന്റെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത് AD 800 മുതൽ AD 1800 വരെയുള്ള കാലഘട്ടമാണ്. AD 800 മുതൽ AD 1800 വരെയുള്ള കാലഘട്ടമാണ് കേരളത്തിന്റെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൊല്ലം പട്ടണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തരിസാപ്പള്ളി ലിഖിതം ഏത് ലിപിയിലുള്ളതാണ്? വട്ടെഴുത്ത് ലിപിയിലാണ്. കൊല്ലം പട്ടണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തരിസാപ്പള്ളി ലിഖിതം വട്ടെഴുത്ത് ലിപിയിലാണ് എഴുതപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട എന്നിവ നിർമ്മിച്ചത് ആര്? തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് തൃശൂരിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില ഇവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്.
അടുത്ത ചോദ്യം, ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് ലന്തക്കാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരായിരുന്നു ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം ഏത്? ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രമാണ് ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. അടുത്ത 43ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. 1857. ഓക്കെ, അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ എവിടേക്കാണ് നാട് കടത്തിയത്? റംഗൂണിലേക്കാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ച വർഷം? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചത് 1858 1858 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ബ്രഹ്മസമാജം. അടുത്ത ചോദ്യം, INC ആ പേര് നൽകിയത് ആര്? INC ആ പേര് നൽകിയത് ദാദാഭായ് നവറോജിയാണ്. INC എന്ന പേര് നൽകിയത്. ഓക്കെ, 49ാമത്തെ ചോദ്യം, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം? 1809 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. ഓക്കെ, 50ാമത്തെ ചോദ്യം, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് സ്കൂൾ പാഠപുസ്തകം 2ാം ഭാഗത്തു നിന്നുള്ള 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളും വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഡാഷ് ധരാതലീയ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളും വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധരാതലീയ ഭൂപടം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്ന ഏജൻസി ഏത്? ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്ന ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ GST നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ GST നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. ആസാമിലാണ് ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത്. ഓക്കെ, 4ാമത്തെ ചോദ്യം, ലോകത്ത് GST നിലവിൽ വന്ന ആദ്യ രാജ്യം ഏത്? ലോകത്ത് GST നിലവിൽ വന്ന ആദ്യ രാജ്യം ഫ്രാൻസിലാണ് ലോകത്ത് ആദ്യമായി GST നിലവിൽ വന്നത്. ഓക്കെ, 5ാമത്തെ ചോദ്യം, നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഇന്ത്യൻ പുസ്തകം ഏത്? നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഇന്ത്യൻ പുസ്തകമാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിലാണ് നികുതിയെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. അടുത്ത ചോദ്യം, സൈനിക ആവശ്യങ്ങൾക്കായി GPS സംവിധാനം ആദ്യമായി ആരംഭിച്ചത് USA ആണ്. സൈനിക ആവശ്യങ്ങൾക്കായി GPS സംവിധാനം ആദ്യമായി ആരംഭിച്ച രാജ്യം അമേരിക്കയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഭൂമിയെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ഭൂമിയെ 24 സമയമേഖലകളായാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റാണ് പശ്ചിമവാതങ്ങൾ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റാണ് പശ്ചിമവാതങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്ത 10ാമത്തെ ചോദ്യം, ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാല സമുദ്രങ്ങളിൽ നിന്നും ആഞ്ഞു വീശുന്ന റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രിക്കിംഗ് 60s എന്നിവ ഏത് തരം കാറ്റാണ്? പശ്ചിമവാതങ്ങൾ. ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാല സമുദ്രങ്ങളിൽ ആഞ്ഞു വീശുന്ന റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രിക്കിംഗ് 60s എന്നിവ ഏത് തരം കാറ്റാണ്? പശ്ചിമവാതങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വടക്കൻ അമേരിക്ക, റഷ്യ, വടക്കൻ യൂറോപ്പ് തുടങ്ങിയ പ്രദേശത്തെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. വടക്കൻ അമേരിക്ക, റഷ്യ, വടക്കൻ യൂറോപ്പ് തുടങ്ങിയ പ്രദേശത്തെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. അടുത്ത ചോദ്യം, രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിനു മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും.
ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇടയാക്കും. ഇത്തരം കാറ്റുകൾ അറിയപ്പെടുന്നത് കരക്കാറ്റ് എന്നാണ്. രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും ഉണ്ടാവുക. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇടയാക്കും. ഇത്തരം കാറ്റുകൾ അറിയപ്പെടുന്നത് കരക്കാറ്റ് എന്നാണ്. അതായത് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. അടുത്ത ചോദ്യം, പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിന്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ വീശുന്ന ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിന്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിനു മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ വീശുന്ന ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ്. അതായത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് കടൽക്കാറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം പർവ്വതനിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. അടുത്ത ചോദ്യം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കാലവർഷത്തിന് കാരണമായ കാറ്റ് ഏത്? ഇന്ത്യയിൽ കാലവർഷത്തിന് കാരണമാവുന്ന കാറ്റാണ് മൺസൂൺ കാറ്റ്. ഇന്ത്യയിൽ കാലവർഷത്തിന് കാരണമായ കാറ്റാണ് മൺസൂൺ കാറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യമാണ് നെല്ല്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യമാണ് നെല്ല്. 2ാം സ്ഥാനത്ത് ഗോതമ്പും 3ാം സ്ഥാനത്ത് ചോളവുമാണെന്ന് കൂടി ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853-ലാണ്. 1853 1853-ലാണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, ആഗോളതാപനത്തിന് കാരണമാവുന്ന പ്രധാന വാതകം ഏത്? ആഗോളതാപനത്തിന് കാരണമാവുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണമാവുന്ന പ്രധാന വാതകം. അടുത്ത ചോദ്യം, പസഫിക് സമുദ്രത്തിൽ എത്ര അഗ്നിപർവ്വതങ്ങളുണ്ട്? പസഫിക് സമുദ്രത്തിൽ 452 അഗ്നിപർവ്വതങ്ങളാണ് ഉള്ളത്. പസഫിക് സമുദ്രത്തിൽ എത്ര അഗ്നിപർവ്വതങ്ങളാണുള്ളത്? 452. 452. അടുത്ത ചോദ്യം, പസഫിക് സമുദ്രത്തിലെ അഗ്നിപർവ്വത മേഖല അറിയപ്പെടുന്നത് റിംഗ് ഓഫ് ഫയർ എന്നാണ്. പസഫിക് സമുദ്രത്തിലെ അഗ്നിപർവ്വത മേഖല അറിയപ്പെടുന്നത് റിംഗ് ഓഫ് ഫയർ എന്നാണ് പസഫിക് സമുദ്രത്തിലെ അഗ്നിപർവ്വത മേഖല അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. അടുത്ത ചോദ്യം, നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂരൂപം അറിയപ്പെടുന്നത് ഡെൽറ്റ എന്നാണ്. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണാകൃതിയിലുള്ള ഭൂരൂപം അറിയപ്പെടുന്നത് ഡെൽറ്റ എന്നാണ്. അടുത്ത ചോദ്യം, മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതി കാണപ്പെടുന്ന മണൽക്കൂന അറിയപ്പെടുന്നത് ബർക്കനുകൾ എന്നാണ്. മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതി കാണപ്പെടുന്ന മണൽക്കൂന അറിയപ്പെടുന്നത് ബർക്കനുകൾ എന്നാണ്. അടുത്ത ചോദ്യം, ആദ്യമായി മാനവ ദാരിദ്ര്യ സൂചിക ഐക്യരാഷ്ട്രസഭ പ്രസിദ്ധീകരിച്ച വർഷം 1997 ആണ്. ആദ്യമായി മാനവ ദാരിദ്ര്യ സൂചിക ഐക്യരാഷ്ട്രസഭ പ്രസിദ്ധീകരിച്ച വർഷം 1997 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ച വർഷം 1985 ആണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ച വർഷം 1985 ആണ്. അടുത്ത ചോദ്യം, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് പെഡോളജി. അടുത്ത ചോദ്യം, അക്ഷാംശ രേഖാംശം ഉപയോഗിച്ച് ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ടോളമിയാണ്. അക്ഷാംശരേഖയും രേഖാംശരേഖയും ഉപയോഗിച്ച് ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ടോളമിയാണ്. അടുത്ത ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്?
കൃഷിക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ പ്രാധാന്യം നൽകിയത്. 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി. അടുത്ത ചോദ്യം, ലോക ജലദിനം മാർച്ച് 22 മാർച്ച് 22 ലോക ജലദിനം. ഓക്കെ. 33ാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിലെ ജലാംശമാണ് ഡാഷ് ആർദ്രത. അന്തരീക്ഷത്തിലെ ജലാംശമാണ് ആർദ്രത എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നേർത്ത തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ്. നേർത്ത തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ് എന്നറിയപ്പെടുന്നത്. 35ാമത്തെ ചോദ്യം, ഭൂമിയുടെ പുറന്തോട് അറിയപ്പെടുന്നത് ഭൂവൽക്കം എന്നാണ്. ഭൂമിയുടെ പുറന്തോടാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിലെ വൻകരാഭാഗം അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. ഭൂവൽക്കത്തിലെ വൻകരാഭാഗമാണ് സിയാൽ എന്നറിയപ്പെടുന്നത്. സിലിക്കണും അലൂമിനിയവുമാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. അടുത്തത്, ഭൂവൽക്കത്തിലെ സമുദ്രഭാഗം അറിയപ്പെടുന്നത് സിമ എന്നാണ്. ഭൂവൽക്കത്തിലെ സമുദ്രഭാഗം അറിയപ്പെടുന്നത് സിമ എന്നാണ്. സിലിക്കണും മാഗ്നീഷ്യവുമാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. ഭൂവൽക്കത്തിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ എന്നറിയപ്പെടുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം, ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. അടുത്ത 41ാമത്തെ ചോദ്യം, റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. ഭൂകമ്പ തരംഗം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സിസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗം രേഖപ്പെടുത്തുന്ന ഉപകരണം സിസ്മോഗ്രാഫ് ആണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. 45ാമത്തെ ചോദ്യം, മൺസൂൺ കാറ്റുകളുടെ ഗതി ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ഹിപ്പാലസ് ആണ്. മൺസൂൺ കാറ്റുകളുടെ ഗതി ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതനാണ് ഹിപ്പാലസ്. അടുത്ത ചോദ്യം, വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ആൽഫ്രഡ് വേഗ്നർ. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽഫ്രഡ് വേഗ്നർ ആണ്. അടുത്ത ചോദ്യം, ഭൂപടത്തിൽ പാറക്കൂട്ടങ്ങൾ, മണൽക്കൂന, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറമേത്? തവിട്ട് നിറമാണ്. ഭൂപടത്തിൽ പാറക്കൂട്ടങ്ങൾ, മണൽക്കൂന, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറമാണ് തവിട്ട്. അടുത്ത 48ാമത്തെ ചോദ്യം, പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയാണ്. പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. അടുത്ത ചോദ്യം, മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് ഏത്? മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് ഫൊൻ. ഫൊൻ എന്നറിയപ്പെടുന്ന കാറ്റാണ് മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്നത്. അടുത്ത അവസാനത്തെ 50ാമത്തെ ചോദ്യം, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദം അറിയപ്പെടുന്നത് ഹാർമാറ്റൻ എന്നാണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദം അറിയപ്പെടുന്നത് ഹാർമാറ്റൻ എന്നാണ്. ഓക്കെ ഫ്രണ്ട്സ്, ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓക്കെ.